ലോട്ടറി സംബന്ധിച്ച് ഞാൻ സംസാരിച്ചതിനകത്തും കൊടുത്ത പിന്നെ പ്രസംഗത്തിലും ലോട്ടറിക്ക് 28% നിന്ന് 40% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ പേപ്പർ ലോട്ടറി എന്ന് പറയുന്നത് 2 സംസ്ഥാനത്തേ ഉള്ളൂ, കേരളവും ബംഗാളും. നേരിട്ട് പേപ്പർ ലോട്ടറി നടത്തുന്ന ഒരൊറ്റ സംസ്ഥാനമാണ് കേരളം. ബംഗാളിൽ അത് ലൈസൻസീസിന് കൊടുക്കുകയാണ്. ഈ ലോട്ടറിയുടെ നികുതി പിരിക്കുന്നതിന് വേറെ ഒരു സാങ്കേതികത്വവും ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് ഒറ്റ പോയിന്റിൽ നിന്ന് നികുതി പിരിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പകുതി കേന്ദ്രത്തിന് കൊടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് 40% പോകുമ്പോൾ ഗാംബ്ലിങ്ങിൻ്റെ ചൂതാട്ടത്തിൻ്റെ ഒക്കെ കൂട്ടാണ് ഇത് കൊണ്ടുപോയത്, അത് പിന്നെ കാസിനോസിൻ്റെ കൂടെ. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നൊരു സാധാരണക്കാരുടെ ജീവിത വരുമാന മാർഗ്ഗമാണ്, അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുപോകരുത്. ഈ ടാക്സ് ഒന്നേ അതേ നിൽക്കണം, അല്ലെങ്കിൽ ഈ ലോട്ടറിയൊക്കെ സ്റ്റേറ്റുകളുടെ ടാക്സിൽ വിടണം. ടാക്സ് ഒന്നും കുറയ്ക്കുന്നില്ല, ഇതേ ടാക്സ് അവർ തുടരാം, സ്റ്റേറ്റുകൾക്ക് വിടണം. അത് കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല 40%-ലേക്ക് നിൽക്കുന്നു. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ലോട്ടറി ഇത്രയും പേർക്ക് വരുമാനം ഉണ്ടാകുന്ന കേരളത്തിൻ്റെ ലോട്ടറിയുടെ പ്രത്യേകത ഇത് മുഴുവൻ ജനങ്ങൾക്ക് തന്നെ സമ്മാനമായിട്ടും അതുപോലെ തന്നെ കമ്മീഷനായിട്ടും പോകുന്നതാണ്, അല്ലാതെ വേറെ ആർക്കും ഇതിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തൊന്നുമല്ല. അപ്പോൾ അതിനകത്തും നടന്നിട്ടില്ല. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ. കാരണം ഏജന്റുമാരായി രജിസ്റ്റർ ചെയ്തത് മാത്രമല്ലാതെയും ഒരു ദിവസം ഒരു 10-20 ലോട്ടറി ഒക്കെ എടുത്തുകൊണ്ട് വിൽക്കുന്ന ആളുകളുണ്ട്, അവരുടെയൊക്കെ സബ് ഏജന്റുമാരായിട്ട്. ഇപ്പോൾ 28ആണ്. ഇപ്പോൾ 28 തന്നെ നിലനിർത്തണം. കാരണം അങ്ങനെ സിസ്റ്റത്തിലാണല്ലോ. ഇപ്പോൾ ഓണം ബമ്പർ അടിച്ചു, ക്രിസ്മസിൻ്റെ എല്ലാം അടിച്ച് നേരത്തെ കൊടുക്കുമല്ലോ, അപ്പം അടിക്കുമല്ലോ. ഇതൊക്കെ ലോങ് പ്ലാനിങ് ആണല്ലോ. അല്ല, നമ്മൾ പറഞ്ഞു ഇപ്പം ചില ഐറ്റങ്ങൾ സംസ്ഥാനങ്ങൾ മാത്രമല്ലേ, ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് അല്ല, ഇതിന് ടാക്സ് പിരിക്കാനോ വേറെ കണക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ പറ്റും ചെയ്തേക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള ഐറ്റം ഉണ്ട്. ഒന്ന് ഇതാണ്, ഈ കേരളത്തിനും ബംഗാളിനും ഉള്ളൂ, ആ സ്റ്റേറ്റ് തന്നെ കളക്ട് ചെയ്തോട്ടെ, GSTക്കകത്ത് പെടുത്തണ്ട, അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ റേറ്റ് നിർത്തണം. ഇത് 2 കാര്യമാണ് പറഞ്ഞു. ഇത്രയും പേരുടെ ജോലിയുടെ പ്രശ്നമായതുകൊണ്ടാണ്. വരുമാനമുള്ള കാര്യം തന്നെയാണ്. അത് കേട്ടിട്ടില്ല. അത് കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് ഇഷ്യൂ ആണ്. അത് വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവായ കാര്യം. ഇതിന് ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ വളരെ സന്തോഷകരമായ ഓണത്തിൻ്റെ തൊട്ട് മുമ്പ്, ഓണത്തിൻ്റെ ബിസിനസ്സിനകത്ത് ഇത് വന്നിട്ടില്ല, പക്ഷേ നവരാത്രി പൂജ തുടങ്ങിയതൊക്കെ ഇത് വരും. അവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഇത് സാധാരണക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടണമെന്നുള്ളതാണ്. ഗുണം കിട്ടുമെന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തണം. കാരണം മോഡലുകൾ വല്ല ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ TV-യുടെ പേര് ഇന്ന കമ്പനിയുടെ A മോഡൽ, അത് B മോഡലാക്കി കഴിഞ്ഞാൽ വില കൂട്ടാമല്ലോ. അപ്പോൾ ഇങ്ങനെ വില കൂട്ടുന്നതും ആളുകൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. ഞാൻ പറഞ്ഞ 500 കോടി അല്ല 5000 കോടി 4 ഐറ്റത്തിന് കേരളത്തിൽ മാത്രം കുറയും. 4 ഐറ്റത്തിനാണ്. ബാക്കി ഐറ്റത്തിന് എത്ര വരുമെന്ന് ഒരു പിടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് ഇന്ത്യയിലാകെ ഇത് വന്നപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വെറുതെ നമ്മൾ പറയുന്ന കണക്കുകളല്ല. കേരളത്തിന് ഇതുകൊണ്ടെന്താ നമ്മൾ പറഞ്ഞു, GST സമ്പ്രദായം വന്നതിന് ശേഷം GST പലതരം ടാക്സുകളുള്ളതിനെയൊക്കെ ഉൾക്കൊള്ളിച്ച് ഒറ്റ ടാക്സായി മേടിച്ച് പൊതുവിൽ ആളുകളുടെ ബാധ്യത കുറയ്ക്കുക, ടാക്സിൻ്റെ ബാധ്യത കുറയ്ക്കുക, കൃത്യമായി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് GST ഉദ്ദേശം. അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഗുണമുണ്ടാവണം, വരുമാനം കുറയരുത്. അതാണ് പ്രൊട്ടക്റ്റഡ് റവന്യൂ. കേരളത്തിന് GST വരുന്നതിന് മുമ്പ്, ഈ കത്തിനകത്തുണ്ട്, GST വരുന്നതിന് മുമ്പ് സബ്സ്യൂംഡ് എന്ന് വെച്ചാൽ ഈ GSTക്കകത്തേക്ക് വിട്ടുകൊടുത്ത ടാക്സുകൾ അതേപോലെ നിൽക്കുകയായിരുന്നെങ്കിൽ, അത് പഴയ റേറ്റ് അനുസരിച്ച് വർദ്ധിക്കുകയായിരുന്നെങ്കിൽ, അന്ന് 15-14% വർധന ഉണ്ടായിരുന്നു. അത് വർദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം GST വരുന്നതിന് പകരം പഴയ സെയിൽ ടാക്സും മാറ്റുമായിരുന്നെങ്കിൽ നമുക്ക് 60,000 കോടി കിട്ടിയേനെ. ഇനി ആ 14%, 15% വേണ്ട, 12% കുറച്ചുകൂടെ റീസണബിൾ ആണല്ലോ, കുറച്ചുകൂടെ കുറഞ്ഞെന്ന് വെച്ചു. 12% വെച്ച് കളക്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് 51,892 കോടി രൂപ 2024-25 കേരളത്തിൽ കിട്ടിയേനെ. കിട്ടിയത് എത്ര? 32,773. GST വന്നപ്പോൾ ഇവർ പറഞ്ഞു 14% വീതം വർധന. 14% ഉറപ്പാക്കാൻ വേണ്ടി ആദ്യത്തെ 5 വർഷക്കാലം ഞങ്ങൾ പ്രൊട്ടക്റ്റഡ് റവന്യൂ വരും. അതായത് 14% വെച്ച് നിങ്ങൾക്ക് 30,000 കിട്ടണമെങ്കിൽ ടാക്സ് പിരിച്ച് 25,000 ഉള്ളെങ്കിൽ ബാക്കി 5,000 ഞങ്ങൾ തരും. അതാ പ്രൊട്ടക്റ്റഡ് റവന്യൂ. 5 വർഷം തന്നു. 2017 മുതൽ 22 വരെ തന്നു. 22 ജൂലൈ തീർന്നു. 24 ആ പ്രൊട്ടക്റ്റഡ് റവന്യൂ 14% വെച്ച് തുടർന്നിരുന്നെങ്കിൽ കേരളത്തിന് 54,000 കോടിയിലധികം കിട്ടിയേനെ. ഇതെല്ലാം കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. 54,000 കോടി കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയത് 32,773. അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതല്ല, ഞാനോ വേറൊരാളായിക്കോട്ടെ, കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ പറയുന്നത്. 22,000 കോടി രൂപ GST വന്നപ്പോൾ പറഞ്ഞ പ്രൊട്ടക്റ്റഡ് റവന്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് ആ പ്രൊട്ടക്റ്റഡ് റവന്യൂവിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ. ഇവർ ചെയ്തത് എന്താ? എന്തുകൊണ്ടാണ് റവന്യൂ നഷ്ടമെന്ന് ഞങ്ങൾ പറയുന്നത്?
ഇവർ ആദ്യം ഇത് കൊണ്ടുവന്നതിന് ശേഷം 2017-18 ഒരിക്കൽ വില കുറച്ചു. ഒരു ഇലക്ഷൻ വന്നപ്പോഴാണ്. അന്ന് 178 ഐറ്റങ്ങളുടെ വില ഒറ്റയടിക്ക് കുറച്ചാണ് ഇതുപോലെ. ആ കുറച്ചതിൻ്റെ ഭാഗമായിട്ട് അന്ന് വരെ കേരളത്തിന് ഞാൻ പറഞ്ഞ ഈ 14% പ്രൊട്ടക്റ്റഡ് റവന്യൂ കിട്ടിക്കൊണ്ടത് 2000 കോടിയായിരുന്നു. ഒറ്റയടിക്ക് ഒറ്റ വർഷം കൊണ്ട് 8,100 കോടിയായി. എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് കുറച്ചപ്പോൾ അതിൻ്റെ നഷ്ടം സംസ്ഥാനത്തുള്ളത് 8,100. ഇനി ഇപ്പോൾ കുറയ്ക്കുന്നതിൻ്റെ നഷ്ടം എത്രയാണെന്ന് ഇപ്പോൾ കറക്റ്റ് അറിയത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ GST വന്നില്ലായിരുന്നെങ്കിൽ സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും 10%, 40%, 50%, 40% അധികം കിട്ടിയേനെ. കേരളത്തിന് കിട്ടിയേനെ 10-50% അധികം കിട്ടിയേനല്ലോ. ഞാൻ ഈ കണക്ക് വെച്ചാൽ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. BJP ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ, ഇടതുപക്ഷമാണോ എന്നുള്ള വ്യത്യാസമില്ല. കേരളത്തിൽ കിട്ടേണ്ട പണം ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോഴും ഇതേപോലെ കുറവ് വരും. അതിന് നിങ്ങളിപ്പോൾ ഈ സിഗരറ്റിൻ്റെയും പുകയിലയുടെയും ഒക്കെ ആയിട്ട് മേടിക്കുന്ന പണം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള പ്രശ്നമാണ് നമുക്കൊരു പരാതിയായിട്ട് നിൽക്കുന്നത് ഇതിനകത്ത്.